ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EDPയിലെ കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സുകളാണ്. ഷോർട്ട് ആയിട്ടും ഷോർട്ട് ആൻസറൊക്കെ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സുകളാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. അതിൽ ആദ്യം പ്രൊജക്റ്റ് ഫോർമുലേഷനാണ്. ചോദ്യം വരും, എന്താണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ project formulation refers to a series of steps to be taken to convert an idea into feasible plan of action. അതായത് നമ്മുടെ മൈൻഡിലുള്ള ഐഡിയയെ ഒരു ഫീസിബിൾ പ്ലാൻ ഓഫ് ആക്ഷൻ, അതായത് നമ്മൾ അതിൻ്റെ എല്ലാ മേഖലയിലെയും സ്റ്റഡി നടത്തി അതിനെ ഒരു ബിസിനസ് പ്ലാനാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ്, അതിന് പറയുന്ന പേരാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. അതായത് മൈൻഡിലുള്ള ഐഡിയയെ ഒരു പേപ്പറിലേക്ക് എഴുതുന്ന പ്രോസസ്സ്, അതൊരു ബിസിനസ് ഐഡിയ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് ആക്ഷൻസിനെ പറയുന്ന പേരാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ടെക്നിക്കൽ, എക്കണോമിക്, ഫിനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് എ പ്രോജക്റ്റ്. ഇതെന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എക്സാമിനിങ് ടെക്നിക്കൽ, എക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ, സോഷ്യൽ ആസ്പെക്ട്സ്. ഒരു പ്രൊജക്റ്റിൻ്റെ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുക, അതുപോലെ ഫിനാൻഷ്യൽ മേഖലയിലെ കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുക. എത്ര ഫണ്ട് വേണം, എങ്ങനെ ചിലവ് എങ്ങനെയാണ്, ഏതൊക്കെ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതുപോലെ കൊമേഴ്ഷ്യലായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മറ്റു അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജികൾ, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്റ്റ്, ആ പ്രോജക്റ്റ് കൊണ്ട് സൊസൈറ്റിയിൽ എന്ത് ബെനിഫിറ്റാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തി ഒരു ബിസിനസ് പ്ലാൻ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സിൽ ആദ്യം പറയുന്നത് ഫീസിബിലിറ്റി അനാലിസിസ് ആണ്. ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് അറ്റ് ദി സ്റ്റേജ് ദ പ്രൊജക്റ്റ് ഐഡിയ ഈസ് എക്സാമിൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് അവൈലബിൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്. അതായത് നമുക്ക് അതുവരെ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ നിന്നും അതുപോലെ തന്നെ പുറത്ത് മാർക്കറ്റിൽ നിന്നും കിട്ടിയ എവിഡൻസിനെ ബേസ് ചെയ്തിട്ട്, അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ഐഡിയ എക്സാമിൻ ചെയ്യുന്ന സ്റ്റേജാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ആ എൻ്റർപ്രണർക്ക് ഇത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ടെക്നോ എക്കണോമിക് അനാലിസിസ് ഉണ്ട്. ടെക്നോ എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ അനാലിസിസ് ആണ്. Okay, this is concerned with the identification of project demand, potential and selection of optimal technology. അതായത് എത്രത്തോളം നമ്മൾ ആ പ്രോജക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ മാർക്കറ്റിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടെക്നോളജികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തുന്നതാണ് ടെക്നോ എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത്. 3, നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രോജക്ട്സ് ആർ ഷോൺ ബൈ വേ സെർവ്സ് ആസ് എ ഫ്രെയിംവർക്ക് ഓഫ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഫ്രെയിംവർക്കായിട്ട്, അതായത് ഒരുപാട് ആക്ടിവിറ്റികൾ ഒരേ സമയം എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്കാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് PERT, CPM. PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേറ്റഡ് റിവ്യൂ ടെക്നിക് എന്നും, CPM എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നുള്ള ടെക്നിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നെറ്റ്വർക്ക് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻപുട്ട് അനാലിസിസ് ഉണ്ട്. ഇൻപുട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് ഡിറ്റർമൈനിങ് ദ റിസോഴ്സസ് റിക്വയർമെൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ്. അതായത് നമ്മുടെ പ്രോജക്റ്റിന് എന്തൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത്, റോ മെറ്റീരിയൽ എത്ര വേണം, ഏതൊക്കെ ക്വാളിറ്റി റോ മെറ്റീരിയൽ വേണം, അത് ആരാണ് സപ്ലൈ ചെയ്യുന്നത്, അത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അനാലിസിസ് നടത്തുക. അതായത് നമ്മൾ ഓപ്പറേഷൻസിന് വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട്, അത് റോ മെറ്റീരിയൽ ആവാം, മെഷീനറി ആവാം, മറ്റ് എക്യുപ്മെൻറ്റ്സ് ആവാം, സർവീസ് എക്യുപ്മെൻറ്റ്സ് ആവാം, എന്തും ആവാം, അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് ഇൻപുട്ട് അനാലിസിസ്. ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റ്സ് അബൌട്ട് ദ പ്രോജക്റ്റ് കോസ്റ്റ്, റവന്യൂ, ഫണ്ട് റിക്വയർഡ് ഫോർ ദ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഫണ്ട്, അതിൻ്റെ പ്രൊജക്റ്റ് കോസ്റ്റ് എത്രയാണ്, അതിൽ നിന്ന് എത്രയാണ് റവന്യൂ കിട്ടുന്നത് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡൺ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ നിന്നും എങ്ങനെ നമ്മൾ ആ പ്രൊജക്റ്റിനെ അവർ സമീപിക്കും, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് കൊണ്ട് ആ സൊസൈറ്റിക്ക് എന്ത് ബെനിഫിറ്റാണുള്ളത് എന്നത്തെ കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തുന്നതാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഓക്കെ, ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ്
പിന്നെ പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് ആണ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ടെക്നിക്കൽ അനാലിസിസ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ പ്രോജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒരു അനാലിസിസാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ഈസ് ടു അസസ് ദ ടെക്നിക്കൽ സൗണ്ട്നെസ് ഓഫ് ദ പ്രോജക്റ്റ്. That means the technical analysis is carried out to ascertain whether the project is technically sound and viable one. അതായത് നമ്മൾ തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റ് ടെക്നിക്കലി നല്ല സ്ട്രോങ് ആണോ, എത്രത്തോളം സ്ട്രോങ് ആണ്, അതിൻ്റെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള അതിൻ്റെ എല്ലാ വശങ്ങളും എക്സാമിൻ ചെയ്യുന്ന അനാലിസിസാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഇൻപുട്ട് ആൻഡ് യൂട്ടിലിറ്റീസ്. എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അതിനേക്ക് സഹായിക്കുന്ന മറ്റു യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്. 2 ടെക്നോളജി ഓർ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ ഏതൊക്കെയാണ്, മിഷനറിയുടെ ലെവല്, അത് ഇപ്പം നിലവിൽ കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് ആണോ അതല്ല എങ്ങനെയാണ് എന്നുള്ളതാണ്. 3 പ്ലാന്റ് കപ്പാസിറ്റി. പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം മിഷനറി അല്ല, മൊത്തം പ്ലാന്റിൻ്റെ, നമ്മുടെ മൊത്തം പ്രൊജക്റ്റിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അത് എത്ര മിഷനറികളുണ്ടോ അതിൻ്റെയൊക്കെ കപ്പാസിറ്റിയുടെ സമ്മാണ് പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സൈറ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സൈറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഫീസിബിളായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്കെന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാം. നേരെ മറിച്ച് അതായത് ജനങ്ങൾക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്കെന്താണ് നമ്മുടെ സെയിൽസ് കുറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധനം അവിടെ എത്തിക്കാൻ നമ്മൾ പ്രത്യേകം വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ്റെ മുകളിൽ കോസ്റ്റ് ചിലവാക്കേണ്ടി വരും. അതൊക്കെ സൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില പ്രൊജക്റ്റുകൾക്ക് കൂടുതൽ വെള്ളം ആവശ്യം വരും. അപ്പോൾ അങ്ങനത്തെ വെള്ളം കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ചില സ്ഥലങ്ങളിൽ വെള്ളം തീരെ കിട്ടാൻ പാടില്ല. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പ്രൊജക്റ്റ് തിരഞ്ഞ് പോകേണ്ടി വരും. അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞ് പോകേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് സൈസ് ഓഫ് ദ പ്ലാന്റ് ആണ്. സൈസ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ എത്രയാണ് അതിൻ്റെ മൊത്തം സ്ട്രെങ്ത്ത്, ആ മൊത്തം പ്ലാന്റിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട്. ഫ്യൂച്ചറിൽ ഇനി അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് പോസിബിലിറ്റീസ് ഉണ്ടോ, അതല്ല ഇനി ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് മറ്റു മിഷനറികൾ കൊണ്ടുവന്ന് വെക്കാനുള്ള സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ. ഇതൊക്കെയാണ് സൈസ് ഓഫ് ദ പ്ലാന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് മിക്സ് ആണ്. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രൊജക്റ്റിന് വേണ്ട റിസോഴ്സസ്, റോ മെറ്റീരിയൽസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എത്രത്തോളം ഉണ്ട്, അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ. നെക്സ്റ്റ് ഫാക്ടറി ഡിസൈനാണ്. ഫാക്ടറി ഡിസൈൻ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണോ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണോ. സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റേതായ സ്പേസും മറ്റും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ നടത്തുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് ലേ ഔട്ട് ഉണ്ട്. പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് ഓഫ് ദ ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഇപ്പോൾ നമ്മൾ വീടിൻ്റെയൊക്കെ പ്ലാൻ കണ്ടിട്ടില്ലേ, അത് പ്ലാൻ എന്നാണ് പറയുക. പക്ഷേ അതൊരു ഇൻഡസ്ട്രിയലിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ടേമാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ മിഷനറി എവിടെ വെക്കണം, എത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ ഫ്രീ ആയിട്ട് സ്പേസ് കിടക്കുന്നുണ്ട്, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എല്ലാം മാൻ പവർ നടന്നു പോകുന്ന വഴി, വണ്ടികൾക്ക് വരാനും പോകാനുള്ള വഴികൾ, സാധനം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ടാകും. മിഷനറി ആൻഡ് എക്യുപ്മെൻറ്റ് തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് മിഷനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി മിഷനറികൾ വേണം. മിഷനറിയുടെ കപ്പാസിറ്റി എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, ആരാ സപ്ലൈ ചെയ്യുന്നത്, അതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിന് എന്തൊക്കെ ഫെസിലിറ്റീസ്, പവർ കൺസംഷൻ എത്രയാണ്, അത് എവിടെ നിന്നാണ് പവർ വരുന്നത്, അതിന് വേണ്ട ഫെസിലിറ്റീസ് എന്തൊക്കെ വേണം, എല്ലാം നമ്മൾ അതിനകത്ത് അനാലിസിസ് നടത്തും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.